എല്ലാവർക്കും ഷിക ക്രാഫ്റ്റ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ സർക്കുലർ പലാസോ പാൻറ് വളരെ എളുപ്പത്തിൽ തയ്ക്കുന്ന വിധമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 2.25 മീറ്റർ കോട്ടൺ തുണിയാണ് പാൻറ് തയ്ക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. പാൻറ്റിൻ്റെ അരവണ്ണം 36 ഇഞ്ചും ഇറക്കം 31 ഇഞ്ചുമാണ്. അതിനായി ആദ്യം തുണി ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ നടുവേ മടക്കി വയ്ക്കുക. പിന്നീട് തുണിയുടെ ഒരു കോർണർ ഇതുപോലെ മടക്കുക. ഈ ഭാഗങ്ങളെല്ലാം ഓപ്പൺ ആയിരിക്കും. ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഓപ്പൺ ഭാഗമായിരിക്കും. പിന്നീട് മുകളിലത്തെ ഈ കോർണറിൽ നിന്നും ഏത് ഭാഗത്താണോ 10 ഇഞ്ച് വീതി കിട്ടുന്നത് നോക്കി ആ ഭാഗം മാർക്ക് ചെയ്യുക. ഈ 10 ഇഞ്ച് എങ്ങനെയാണ് കിട്ടിയതെന്ന് പറയാം. 36 ഇഞ്ചാണ് ഈ പാൻറ്റിൻ്റെ അരവണ്ണം. അപ്പോൾ അതിനോട് 4 കൂട്ടുകയും പിന്നീട് 4 കൊണ്ട് ഹരിക്കുകയും ചെയ്യുക. അങ്ങനെ 10 കിട്ടും. ഈ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് കോർണറിൽ നിന്നും എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കുക. ആ അളവ് ഇതുപോലെ മാർക്ക് ചെയ്യുക. കോർണറിൽ നിന്നും ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഓരോ ഭാഗത്തും വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഭാഗം ജോയിൻ ചെയ്ത് വരയ്ക്കുക. അടുത്തതായി പാൻറ്റിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നത് നോക്കാം. 10 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു നിന്നും സൈഡിൽ 30.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. കോർണറിൽ നിന്നും 30.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതുവരെ എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കുക. 43.5 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ ആ 43.5 ഇഞ്ച് കോർണറിൽ നിന്നും ബാക്കി എല്ലാ ഭാഗത്തും ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ബാക്കി എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്തതിന് ശേഷം ആ മാർക്ക് ചെയ്ത ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കുക. 31 ഇഞ്ച് ഇറക്കമുള്ള പാൻറ്റാണ് തയ്ക്കുന്നത്. പാൻറ്റിൻ്റെ ബാൻഡിൻ്റെ ഇറക്കം 1.5 ഇഞ്ച്. അത് 31 ഇഞ്ചിൽ നിന്നും കുറയ്ക്കുക. അപ്പോൾ 79.5 ഇഞ്ച് കിട്ടും. അതിൽ നിന്നും 1 ഇഞ്ച് ഇറക്കം അധികം കൂട്ടുക. അങ്ങനെ 30.5 ഇഞ്ചാണ് വരുന്നത്. അതാണ് ഇവിടെ 30.5 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തത്. പാൻറ്റിൻ്റെ സീറ്റ് മാർക്ക് ചെയ്യാം. 10 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു നിന്നും 11 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അരവണ്ണം 36 ഇഞ്ചിനെ 4 കൊണ്ട് ഹരിച്ച് 2 കൂട്ടിയാണ് 11 കിട്ടുന്നത്. 11 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം 3.5 ഇഞ്ച് സൈഡിലേക്ക് മാർക്ക് ചെയ്യുക. പിന്നീട് ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ വരച്ച് ഷേപ്പ് കൊടുക്കുക. ഞാനെടുത്ത ഇറക്കത്തിൽ നിന്നും കുറച്ചുകൂടി അധികം ഇറക്കം നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇറക്കം കൂട്ടി ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്തതുപോലെ തന്നെ ഇതും ചെയ്യുക. അടിയിലത്തെ തുണിക്ക് നീളം കുറവാണെങ്കിൽ വേറെ തുണി മുറിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം. മാർക്ക് ചെയ്ത ഭാഗമെല്ലാം കട്ട് ചെയ്യുക. പാൻറ്റിന് ബാൻഡ് വയ്ക്കുന്നതിന് ഇതുപോലെ 3 ഇഞ്ച് വീതിയിൽ തുണി മുറിച്ചെടുക്കുക. പിന്നീട് ഇതിൻ്റെ ഈ കാണിക്കുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്യണം. നേരത്തെ കാണിച്ച ആ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്യുന്നു. ആ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇതിൽ കാണിക്കുന്നത് പോലെ ആ തുണി ഇങ്ങനെ നിവർത്തുക. പിന്നീട് ഈ കാണിക്കുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പാൻറ്റിൻ്റെ താഴ്ഭാഗം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. പിന്നീട് ഇതിന് ബാൻഡ് വെച്ച് കൊടുക്കണം. ബാൻഡ് വെക്കുന്നതിന് വേണ്ടി അതിനായി 3 ഇഞ്ച് വീതിയിൽ മുറിച്ചെടുത്ത തുണി ഇതിൽ വെച്ച് നോക്കുക.
അതിനാവശ്യമായ ഇലാസ്റ്റിക്കും എടുക്കുന്നു. ബാൻഡിന് വേണ്ടി മുറിച്ച് വെച്ച തുണി ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ രണ്ടായി മടക്കുക. ആ മടക്കിയ ഭാഗം സ്റ്റിച്ച് ചെയ്യുക. അതിനുള്ളിലേക്കാണ് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കേണ്ടത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് അവിടെ വെക്കണം. അത് ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയാണ് ആ ഗ്യാപ്പ് അവിടെ വെക്കുന്നത്. അതിനുശേഷം ഇലാസ്റ്റിക് കയറ്റുക. ഇലാസ്റ്റിക് എടുക്കുന്നത് അരവണ്ണം എത്രയാണെന്ന് നോക്കി ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇലാസ്റ്റിക് വെച്ച് ഏകദേശം മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക. ഞാനിങ്ങനെയാണ് ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. ഇലാസ്റ്റിക് ഇതിനുള്ളിൽ കയറ്റിയതിന് ശേഷം ആ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇലാസ്റ്റിക്കിൻ്റെ രണ്ടറ്റവും ജോയിൻ ചെയ്തതിന് ശേഷം ആ ബാൻഡിൻ്റെ ഈ കാണിച്ചിരിക്കുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ കാണിക്കുന്ന ഈ ഭാഗത്തേക്കൂടി ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്ന പലാസോ പാൻ്റാണിത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.